മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 7:36 ഇപ്രകാരമാണ്: ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെപ്പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. നമുക്കറിയാം, വയനാട് ദുരന്തത്തിൻ്റെ വലിയ ഭയം പേറിയിട്ട്, മുല്ലപ്പെരിയാർ പൊട്ടുമെന്നൊക്കെ ഭയം പേറിയിട്ടെന്ന് കേരള ഭയത്തിലാണ്. പലപ്പോഴും എന്തുകൊണ്ട് ഈ ഭയം എന്നെ പിടിമുറുക്കുന്നു ചോദിക്കുമ്പോൾ ഞാൻ ധ്യാനിക്കുന്ന ഒരൊറ്റ വിഷയം, ഇന്ന് പലപ്പോഴും നമ്മൾ നശ്വരമായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓടി നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ പ്രശ്നത്തിലാണ്, പ്രശ്നങ്ങൾ പിറകെയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയ ജീവിതത്തെക്കുറിച്ച്. ഒരു പ്രശ്നം കഴിയുമ്പോഴേക്കും മറ്റൊരു പ്രശ്നം വന്നു ചേരും. അത് കഴിയുമ്പോഴേക്കും അടുത്തൊരു പ്രശ്നം വന്നു ചേരും. ഇങ്ങനെ മരണം വരെയും പ്രശ്നങ്ങൾ പിറകെയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഈ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്ത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. എന്നാലേ ഈ ചുറ്റുപാടുകൾ, ഈ അനർത്ഥങ്ങൾ കാണുമ്പോൾ ഞാൻ നിത്യതയിലേക്കാണ് നോക്കുന്നത്. സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 മനുഷ്യൻ്റെ ആയുസ്. അത്രയേ ഉള്ളൂ ഒരു മനുഷ്യജീവിതം. ഒരു മലയാളിക്ക് അതിനേക്കാട്ടും കുറവ് ലൈഫ് ലൈഫ് സ്പാൻ കുറഞ്ഞു കഴിഞ്ഞു. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ലക്ഷ്യമായിരിക്കേണ്ടത് നിത്യതയായിരിക്കട്ടെ. ഒരു ദൈവ പൈതൽ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും നിത്യതയെക്കുറിച്ചായിരിക്കണം. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 11:19 ഇങ്ങനെയാണ്: എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. ഒരുപക്ഷെ മനുഷ്യൻ്റെ പ്രശ്നം അതാ, മരണത്തെപ്പറ്റി, ജീവിതാന്ത്യത്തെപ്പറ്റി അവൻ ചിന്തിക്കാതെ പോകുന്നു. ഈ കഴിഞ്ഞ വയനാട് ദുരന്തം ഞാൻ വളരെ നോക്കി കണ്ടൊരു കാര്യമാണ്. കാരണം പലരും കടന്നുപോയി. ഒരുപക്ഷെ ഇന്നലെ വരെ അഡ്രസ്സ് ഉണ്ടായിരുന്നവർക്ക് ഇന്ന് അഡ്രസ്സ് നഷ്ടപ്പെട്ടു. ഇന്ന് അവരുടെയൊക്കെ മൃതസംസ്കാരം കൂടി നമ്മൾ കണ്ടതാണ്. സർവമത പ്രാർത്ഥനയിൽ അഡ്രസ്സില്ലാതെ അവർ മണ്ണോട് ചേരുന്ന രംഗം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ വെട്ടിപ്പിടിക്കാനും നെട്ടോട്ടം ഓടാനും അഹങ്കരിക്കാനും ധിക്കരിക്കാനും. എന്തിനു വേണ്ടി അറിയില്ല. പലപ്പോഴും ഇതിൻ്റെയൊക്കെ പ്രശ്നം നശ്വരമായ എന്തോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലല്ലേ. എന്നാലേ ഇന്ന് വചനം പറയാം, നിൻ്റെ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കുക, നിൻ്റെ മരണത്തെപ്പറ്റി ചിന്തിക്കുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ഡിഗ്രി എടുക്കുന്നവരാണ്, നമ്മളൊരുപാട് പഠിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ പഠനത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ ജീവിതം, നശ്വരമായ ജീവിതം സെക്യൂറാക്കാൻ വേണ്ടിയാണ്. ദൈവം എനിക്കും നിങ്ങൾക്ക് നൽകിയ 73 സബ്ജക്റ്റ് അടങ്ങിയ ഈ വിശുദ്ധ ബൈബിൾ, അതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുകയോ വായിക്കുകയോ ധ്യാനിക്കുകയോ ജീവിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ നശ്വരതയെ സെക്യൂറാക്കാൻ അധ്വാനിക്കുമ്പോൾ, ഓടി നടക്കുമ്പോൾ, ഇന്ന് വചനം പറയാം, നീ അനശ്വരതയെ, നിത്യതയെ സെക്യൂറാക്കാൻ, നിത്യതയെ നിൻ്റെ കൈപ്പിടിയിലാക്കാൻ നീ ഓടാൻ തുടങ്ങണം. അതാണ് പ്രഭാഷകൻ പറയുന്നത്, ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യം നീ ധ്യാനിക്കണമെന്ന്. യേശു പറയുന്നുണ്ട്, ബോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെടുത്താൽ നീ സമ്പാദിച്ചത് ആരുടേതാകും? ഇന്നലെ അവർ ഒരുപാട് സമ്പാദിച്ചവർ, ഇന്ന് നമ്മൾ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം കണ്ടതാണ്. പലരും മണ്ണോട് ചേർന്നപ്പോൾ അവർ സമ്പാദിച്ച വീടോ സ്വത്ത് ബന്ധങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടില്ലേ? അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് നിത്യതയിലേക്ക് നമ്മുടെ കണ്ണുറപ്പിക്കാൻ സാധിക്കട്ടെ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു പാദം ഈ ലോകത്തിലും ഒരു പാദം നിത്യതയുടെ ലോകത്തിലും ഊന്നി നമ്മൾ യാത്ര ചെയ്യാൻ പഠിക്കണം. ഈശോയുടെ ജീവിതം നോക്കിയോ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, 9-ാം അധ്യായത്തിൽ, 10-ാം അധ്യായത്തിലൊക്കെ ഈശോ തൻ്റെ പ്രിയ ശിഷ്യരോട് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു, അവിടെ എത്തുമ്പോൾ പീഡകൾ സഹിക്കും, മരിക്കും, 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. ഗുരു പോലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു. അത് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു വയ്ക്കുക. എന്നാൽ ഗുരുവിൻ്റെ പാത പിന്തുടരുന്ന ഞാനും നിങ്ങളുമോ ഈ ഒരു യാഥാർത്ഥ്യം ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഉറപ്പുള്ള കാര്യം എന്താ? 2 കാര്യങ്ങൾക്ക് നമുക്ക് ഉറപ്പുള്ളൂ. ഒന്ന്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു, ഇത് ഉറപ്പുള്ളൊരു കാര്യമാണ്. 2, ഞാൻ മരിക്കും. ഇതാണ് മറ്റൊരു ഉറപ്പ്. ബാക്കി ഒരു കാര്യത്തിനും ഉറപ്പില്ല. എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ ബന്ധങ്ങൾ, ഒന്നിനും ഉറപ്പില്ലെന്നേ. ഞാനിങ്ങനെ ചിന്തിക്കുക, ഉറപ്പുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കെ ഉറപ്പില്ലാത്ത പലതിൻ്റെയും പിറകെ ഓടിയത് കൊണ്ടല്ലേ ഇന്ന് നമ്മുടെയൊക്കെ കാലിടറിപ്പോയത്. അതിനാൽ വചനം പറയാം, നീ നിത്യതയെ ധ്യാനിക്കുക. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഒരു ബോധ്യം അതാ. നിത്യതയെക്കുറിച്ച് ചിന്തിക്കുക, നിത്യതയെ ധ്യാനിക്കുക, നിത്യതയെ പ്രഘോഷിക്കുക. ഈ നശ്വരമായ ഈ അപ്പത്തിന് വേണ്ടിയല്ല, അനശ്വരമായ നിത്യജീവൻ്റെ ആ സന്തോഷത്തിന്, ആ സ്വർഗീയ സൗഭാഗ്യത്തിന് നീ ഇപ്പോഴേ സമ്പത്ത് സ്വരുക്കൂട്ടുക. ഈശോ തന്നെ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നീ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. ജർമിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ ഇങ്ങനെയാണ്
നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. നമ്മളൊക്കെ തീർത്ഥാടകരാ, സഭ തീർത്ഥാടകയാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം അത് സ്വർഗമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ ഭവനം. ഈ ടെൻ്റ് അടിച്ച് ജീവിക്കുന്നവർ, അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. കുറച്ച് നാൾ ഈ സാരിയൊക്കെ വലിച്ചു കെട്ടി ടെൻ്റ് അടിച്ച് കുറച്ച് നാൾ ജീവിക്കും. എത്രയോ കുറച്ച് കുടുംബങ്ങൾ അവരുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ സന്തോഷവും. ഈവനിങ്ങിലൊക്കെ ആകുമ്പോൾ ഈ അമ്മച്ചിമാരും ചേച്ചിമാരും ഭക്ഷണം വയ്ക്കുന്നു, ചേട്ടന്മാർ കഥ പറയുന്നു, കുട്ടികൾ കളിക്കുന്നു. എന്നാലേ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് നോക്കി, ഓരോരുത്തരും ഓരോ റൂമിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഒരു ഫ്ലാറ്റ് ജീവിതം കണക്ക്, പരസ്പര ബന്ധവുമില്ല. അടുത്തുള്ള ബന്ധങ്ങളെ മറന്ന് അകലങ്ങളിലുള്ള ബന്ധങ്ങളെയൊക്കെ ഇന്ന് പിഞ്ചെല്ലാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാലിടറി പോവുക. വചനം പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. കാരണം നിത്യഭവനം അത് സ്വർഗമാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ഒരു കൊച്ചു ചിന്ത മനസ്സിൽ സൂക്ഷിക്കാം. നമ്മുടെയൊക്കെ ലക്ഷ്യമായിരിക്കേണ്ടത് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതമായിരിക്കട്ടെ നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ഒന്നും നമുക്കുണ്ടാകരുത്. നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു, എന്തൊക്കെ ഡിഗ്രി, സമ്പത്ത്, പണം, ബന്ധങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നേ. ഈ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതം നിൻ്റെ സ്വപ്നമാകാൻ തുടങ്ങുമ്പോൾ നിന്നിൽ ഒരു പുതിയ ആത്മീയത ഉടലെടുക്കാൻ തുടങ്ങും. അത് നിന്നെ നിത്യതയിലേക്ക് എത്തിക്കും. അച്ഛൻ്റെ സമയം ഓർമ്മ വരുന്ന ഏതാനും ഗാനത്തിൻ്റെ വരികളാണ്. എവിടെയോ കേട്ടതാണ്. അതിൻ്റെ ട്യൂണൊന്നും കറക്റ്റ് അറിയില്ലെങ്കിലും അത് പാടിക്കൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ജന്മം, ഒരേയൊരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ദൈവഹിതത്തിൽ ജീവിച്ചാൽ ഈ ഭൂവിൽ ഈ ജന്മം സൗഭാഗ്യസുന്ദരം. ഈ ജന്മം ഒട്ടേറെ നേടാനോടിയാലും, തത്വങ്ങളേറെ നീ നേടിയാലും, ഒട്ടേറെ നേടാനോടിയാലും, തത്വങ്ങളേറെ നീ നേടിയാലും, ദൈവത്തെ മാത്രം നേടിയില്ലെങ്കിൽ നഷ്ടമീ ഭൂവിൽ നിന്റെ ജന്മം. ദൈവിക ജ്ഞാനം നേടിയില്ലെങ്കിൽ വ്യർത്ഥമീ ഭൂവിൽ നിന്റെ ജന്മം. വ്യർത്ഥമീ ഭൂവിൽ നിന്റെ ജന്മം. ഒരു ജന്മം, ഒരേയൊരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. നിത്യതയെ ലക്ഷ്യം വെച്ച് നമുക്ക് യാത്ര തുടരാം. സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും എന്നെ കൂടി പ്രാർത്ഥനയിൽ ഓർക്കണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.